yet another video of Lifestyle by Ashwini. So 2024 as a content creator എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. 2024 അത്യാവശ്യം നല്ല വർഷം തന്നെ ആയിരുന്നെങ്കിലും കുറെ സ്ട്രഗിളൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. കാരണം ഇനിഷ്യൽ ഒരു ഡേയ്സിൽ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കൊളാബറേഷൻസ് വന്നു എങ്കിൽ പോലും ഇനിഷ്യലി ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത ഒരു ഇയർ ആണ് 2024. ലെറ്റ്സ് സ്റ്റാർട്ട്. സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം. 2024 പറ്റി പറയുന്നതിന് മുന്നേ ഈ കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വളരെയേറെ സ്ട്രഗിൾ ചെയ്തു. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. പിന്നെ ഒരു ടൈമിൽ കൊളാബറേഷൻസ് വരുന്നതനുസരിച്ച് ചെയ്യാൻ തുടങ്ങി. അതായത് അവരെന്താണോ പറയുന്നത് അത് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. പിന്നെ കൊളാബറേഷൻസ് കിട്ടാനായാലും ബ്രാൻഡ്സിനെ പിച്ച് ചെയ്യാനും ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്താണ് ഞാൻ ആക്ച്വലി 2024 ഇത്രയും ഒരു അച്ചീവ്മെൻറ്റ്സ് എനിക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഫസ്റ്റ് മോസ്റ്റ് കൊളാബ് എന്ന് പറയുന്ന ഒരു റീഇംബേഴ്സ്മെൻറ്റ് കൊളാബാണ്. റീഇംബേഴ്സ്മെൻറ്റ് കൊളാബ്സ് എന്ന് പറയുമ്പോൾ ഇ കൊമേഴ്സ്, അതായത് ആമസോൺ, മിൻട്ര, ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് അവർ പ്രോഡക്റ്റ് അയച്ചു തരും. എന്തെങ്കിലും റാൻഡം പ്രോഡക്റ്റ്സ് ആയിരിക്കും, മേ ബി സ്കിൻ കെയർ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി. അല്ലാത്ത പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടും കേട്ടോ, ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം. ആ ഒരു ഇ കൊമേഴ്സിൽ നമുക്കത് അയച്ചു തരുമ്പോൾ നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്യണം. ഈ റിവ്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഇ കൊമേഴ്സ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ആദ്യത്തെ ഒരു 4-5 മാസം അതൊക്കെ ചെയ്ത് ആ ഒരു ഫേസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കയ്യിലെ പൈസ കൊടുത്ത് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, നമ്മൾ റിവ്യൂ ചെയ്യുന്നു. ആ റിവ്യൂ എന്ന് പറയുന്നത് ഒട്ടും ജെന്യൂൻ അല്ലാത്ത റിവ്യൂ. കാരണം വളരെ മോശപ്പെട്ട പ്രോഡക്റ്റ്സ് ആയിരിക്കും നമുക്ക് അവർ അയച്ചു തരുന്നത്. ആദ്യത്തെ ഒരു 4 to 5 months എനിക്ക് കൊളാബറേഷൻസ് വന്നിരുന്നു, അല്ലാതെ ബ്രാൻഡ്സ് PR അയച്ചിരുന്നു. പക്ഷെ സ്റ്റിൽ നമുക്ക് ആ ഒരു ഇ കൊമേഴ്സ് റിവ്യൂ പ്ലാറ്റ്ഫോമിൽ റിവ്യൂ ചെയ്യുമ്പോൾ ആയിരുന്നു ഒരുപാട് പ്രോഡക്റ്റ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള നല്ല ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനെ തന്നെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഓരോ പ്രോഡക്റ്റ്സ് റിവ്യൂ ചെയ്യാനും ഒക്കെ. ഇപ്പോൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ മേ ബി റീഫണ്ട് കിട്ടുന്നത്. അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. മേ ബി ഒരു 2 ആഴ്ച കഴിയും പ്രോഡക്റ്റ്, അതായത് റിവ്യൂ ലൈവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ പല ഇഷ്യൂസും വന്നിട്ടുണ്ടായിരുന്നു. വട്ടെവർ പ്രോഡക്റ്റ്സ് കിട്ടുന്നുണ്ട്, പുതിയ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യാം. അതുവരെ ഞാൻ അധികം പ്രോഡക്റ്റ്സ് ഒന്നും അധികം വാങ്ങിക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 5 to 6 പ്രോഡക്റ്റ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതൊക്കെ റിവ്യൂ ചെയ്ത് തീർന്നപ്പോൾ ഇനി എന്ത് ചെയ്യും, അതായത് ഇനി എന്ത് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇ കൊമേഴ്സ് റിവ്യൂലോട്ട് എടുത്ത് ചാടുന്നത്. ഈ റീഇംബേഴ്സ്മെൻറ്റ് കൊളാപ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു മന്ത്ലി ഒരു 1 to 2 PRs എനിക്ക് വന്നു തുടങ്ങി. ബ്രാൻഡ്സ് എന്നെ സെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് ഡോട്ട് ആൻഡ് കീയുടെയും പ്ലമ്മിൻ്റെ ഒക്കെ PR കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. 1-2 പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് കിട്ടിയല്ലോ എന്ന് ആലോചിച്ചു. കാരണം ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് 6 മാസം പോലും ആയിട്ടില്ല. അതിനിടയ്ക്ക് തന്നെ എനിക്ക് ഡോട്ട് ആൻഡ് കീയുടെ PRും പ്ലമ്മിൻ്റെ PR ആണ് ആദ്യം വന്നത് കേട്ടോ. അതും വന്നിട്ടുണ്ടായിരുന്നു. അഫിലിയേറ്റ് ആണ് പ്ലമ്മിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാം, അതായത് കൂപ്പൺ കോഡ് വെച്ചിട്ടുള്ള പ്രോഗ്രാമിൻ്റെ PRസും ഒക്കെ വന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി 2023. കാരണം ആ 2023 ജൂണിൽ ഞാൻ ഒരു 3-4 മാസത്തെ ഗ്യാപ്പ് ഞാൻ എടുക്കുവാണ് കോണ്ടന്റ് ക്രിയേഷനിൽ നിന്നിട്ട്. അപ്പോൾ ഈ 3 to 4 months ഗ്യാപ്പിൽ പോലും എനിക്ക് PR വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2-3 PR ഇങ്ങനെ വന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്, എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിക്കാണ് ഈ 3 to 4 months കഴിഞ്ഞിട്ട് ഞാൻ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എന്നെ ഒരുപാട് തവണ ബ്രാൻഡ്സ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ തിരിച്ചയക്കാം, ഞാൻ ഇത് റിട്ടേൺ ചെയ്യാം, എനിക്കിത് ചെയ്യാനൊരു താല്പര്യം. എന്ന് വെച്ചാൽ എൻ്റെ മോട്ടിവേഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ ടൈമോട്. കാരണം റീഇംബേഴ്സ്മെൻറ്റ് കൊളാപ്സ് എനിക്ക് ഒട്ടും ചെയ്യാനും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു മോട്ടിവേഷൻ പോയി ബ്രാൻഡ്സിന് തിരിച്ചയക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല, അപ്പോൾ എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ, അപ്പോൾ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു കണ്ടീഷൻ എത്തി. സത്യം പറഞ്ഞാൽ ആ ഒരു 3-4 PRs എന്നെ പുഷ് ചെയ്യുമായിരുന്നു. കാരണം ആ PRs ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷൻ ജേർണി മോസ്റ്റ്ലി ഒരു 2023 ഹാഫോടുകൂടി ഞാൻ നിർത്തിയേനെ. ഇത് ചെയ്യണം എന്ന് ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് വേറെ വഴിയില്ല, ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. PRs കൊടുത്ത് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞു, അതൊരു കമ്മിറ്റ്മെൻ്റ് ആണെന്ന് അറിഞ്ഞതോടുകൂടി അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തു. ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും PR ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുന്നേ അപ്ലൈ ചെയ്തതാണെങ്കിൽ പോലും PR വന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2023 ഡിസംബർ വരെ
അതേപോലെ ഒരു ഫ്ലോയിൽ പിയാസ് വരുന്നു, PR മാത്രം ചെയ്യുന്നു, അത്രേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരു സ്പെഷ്യലി എൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനനുസരിച്ച് എൻ്റെ റീച്ച് കുറയുകയും അതുപോലെ ഫോളോവേഴ്സ് കുറേ പേര് ഇറങ്ങി പോവുക, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ലെസ് മോട്ടിവേറ്റഡ് ആയിരുന്നു. 2024 ജനുവരിയിൽ എൻ്റെ ആമസോൺ അക്കൗണ്ട് അങ്ങ് ബ്ലോക്കായി പോവാണ്. കംപ്ലീറ്റ്ലി ആമസോൺ അക്കൗണ്ട് ബ്ലോക്കായി പോയിട്ട് എനിക്ക് ഏതാണ്ട് 3000 റുപ്പീസോളം ലോസ് വരുവാണ്. 3000 റുപ്പീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെറിയ പൈസ ആണോ എനിക്കറിയില്ല, എനിക്കത് അത്യാവശ്യം വലിയ പൈസ തന്നെയാണ്. കാരണം ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത പൈസയാണല്ലോ, അപ്പോൾ എനിക്കത് വലിയ പൈസയാണ്. ആമസോൺ ഫുള്ള് ബ്ലോക്കായി. ആമസോണിൽ എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓർഡർ ചെയ്യാം, അത്രേ ഉള്ളൂ. ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആമസോൺ മൊത്തത്തിൽ അങ്ങ് ബ്ലോക്കായി പോയിക്കുവാണ്. അവരെ ടെക്നിക്കൽ സപ്പോർട്ട് ടീമിനെ വിളിച്ചു, ഒരു രക്ഷയില്ല. കാരണം ആമസോൺ ബ്ലോക്കായി കഴിഞ്ഞാൽ എനിക്ക് മാസത്തിൽ വരുന്ന 2-3 PR മാത്രം വച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? അതായത് അപ്പം മാസത്തിൽ ഒരു 3 വീഡിയോ ഇടാനേ പറ്റുള്ളൂ. ഇനി എന്തെന്നുള്ള, അതായത് ഇത് നിർത്താൻ എനിക്ക് അപ്പം ഞാൻ ഇച്ചിരി മോട്ടിവേറ്റഡ് ആയി, ലൈക്ക് എങ്ങനെയെങ്കിലും ഇത് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം. ആമസോൺ ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് E-commerce റിവ്യൂ ചെയ്യാൻ പറ്റില്ല. E-commerce അപ്പം ഞാൻ കുറേ പ്രോഡക്ട്സ് ഓർഡർ ചെയ്ത് വന്നും കഴിഞ്ഞു. 3000 റുപ്പീസിൻ്റെ പ്രോഡക്ട്സ് എൻ്റെ വീട്ടിൽ വന്നും കഴിഞ്ഞു. സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയതുകൊണ്ട് ഇത് റിട്ടേൺ ചെയ്യാനും പറ്റില്ല. ഈ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഈ ആമസോണിലെ റിവ്യൂസ് ലൈവ് ആവണം. ആമസോണിൽ റിവ്യൂ ഇടാൻ പറ്റില്ല, കാരണം അക്കൗണ്ട് കംപ്ലീറ്റ്ലി ബ്ലോക്കായി പോയേക്കുവാണല്ലോ. എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടാതായി, പ്രോഡക്റ്റ്സ് മാത്രം ആയി. കാരണം റിവ്യൂ ലൈവ് ആവാതെ അവരെന്തായാലും റീംബേഴ്സ്മെൻറ്റ് തരില്ല. ഞാൻ കുറേ പേരെടുത്ത് ഇങ്ങനെ ചോദിച്ചു പ്ലീസ് അങ്ങനെ പറഞ്ഞിട്ട്, അപ്പോൾ അവർ തരാനും അവർക്കും അവരുടെ ആ ഒരു പ്രൊസീജിയർ അതാണ്, അവർക്ക് തരാനും പറ്റില്ലായിരുന്നു. അങ്ങനെ എൻ്റെ പൈസ കുറച്ച് പോയപ്പോൾ എനിക്ക് തോന്നി ഇനി എന്തായാലും റീംബേഴ്സ്മെൻറ്റ് കൊളാപ്സ് ചെയ്യുന്നില്ല, കിട്ടുന്ന പിയാസ് മതി. അപ്പോഴും എൻ്റെ വഴി സ്റ്റക്കാണ്. എൻ്റെ ആ ഒരു വേ എന്ന് പറയുന്ന ഒരു സ്റ്റക്കായിട്ട് നിൽക്കും. കാരണം മന്ത്ലി ഒരു 2 to 3 പിയാസ് വരും, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 to 6. ഈ 6 പ്രോഡക്ട്സിൻ്റെ വീഡിയോ മാത്രം ഇടാൻ പറ്റും. എൻ്റെ ആഗ്രഹം ഡെയിലി വീഡിയോ ഇടണം എന്നാണ്. കയ്യിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഓൾറെഡി റിവ്യൂ ഇട്ട് കഴിഞ്ഞു, ഇല്ലെങ്കിൽ എൻ്റെ പൈസ കൊടുത്ത്, സ്വന്തം പൈസ കൊടുത്ത് കുറേ പ്രോഡക്ട്സ് വാങ്ങിച്ച് അങ്ങനെ ഇടേണ്ടി വരും. അതിനെനിക്ക് താല്പര്യമില്ല. ഇനി എന്ത് എന്നൊരു കണ്ടീഷനിലാണ് ഞാൻ ഇങ്ങനെ എല്ലാ ബ്രാൻഡ്സിനും ഇമെയിൽസും പിച്ചും എല്ലാ ബ്രാൻഡ്സിൻ്റെയും അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഫെബ്രുവരി മുതൽ എൻ്റെ മാസങ്ങളായിരുന്നു എന്നാണെങ്കിൽ പറയാം. ഒരു മാസം ഒരു 25+ PRs എനിക്ക് വരാൻ തുടങ്ങി. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ ഇങ്ങനെ ബ്രാൻഡ്സിന് മെയിൽ പിച്ച്, അതായത് എൻ്റെ ഞാൻ ഡീമോട്ടീവ് ആയിപ്പോയി. അതായത് ഇനി എന്തെന്നുള്ളൊരു അതാണ് ആ ഒരു സ്ട്രഗിൾ നമുക്ക് വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇനി എന്ത് ചെയ്യും, ഏതൊരു ഇതിലായാലും, ഒരു ജോബിലായാലും, ഒരു ഫാമിലിയിലായപ്പോൾ ഇനി എന്തെന്ന് ചെയ്യണ ഒരു സ്ട്രഗിൾ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് എന്നെ തന്നെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെയുള്ള എൻ്റെ മാസങ്ങളായിരുന്നു എന്നാണ് ഈ പറയാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു ബുക്കിൽ. അപ്പോൾ എന്തിനാണ് ബുക്ക് ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതൊരു സന്തോഷമാണ്. എൻ്റെ ഡയറി എടുത്ത് ഇങ്ങനെ എൻ്റെ നൈറ്റ് ടൈം ആകുമ്പോൾ എൻ്റെ അവിടെ ഒരു ഡെസ്കൊക്കെ ഉണ്ട്, ഞാൻ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഡെസ്കൊക്കെ അവിടെ ഇരുന്ന് ഇത് എഴുതുക, ഇത് ഫില്ല് ചെയ്യുക എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ്. ഫെബ്രുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫെബ്രുവരിയിലാണ് എനിക്ക് ഫസ്റ്റ് ഒരു അത്യാവശ്യം നല്ലൊരു പേയ്മെൻറ്റ് കിട്ടിയ ഒരു പെയ്ഡ് കൊളാബ് വന്നത്. സെൻസ് ആൻഡ് സീക്രട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ അവരുടെ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർ തന്നെയാണ് എനിക്ക് ഫസ്റ്റ് ഒരു പെയ്ഡ് കൊളാബ് തന്നത്. ഇപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് അതിന് വേണ്ടിയിട്ട്. ഒരു എസ്തെറ്റിക് ഷോട്ടും അതുപോലെ തന്നെ മാക്രോ ലെൻസൊക്കെ വെച്ചിട്ടൊരു ഷോട്ടും ഒക്കെ ചെയ്ത് കൊടുത്തായിരുന്നു. പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമായി. അത് പുള്ളി ബൂസ്റ്റ് ചെയ്തു, അത് ഒരുപാട് പേരിലേക്ക് റീച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എല്ലാവരും കണ്ടിട്ട് പറഞ്ഞായിരുന്നു കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അത് റീച്ചായ ടൈമിൽ വേറെയും ഒരുപാട് കൊളാബ്സ് ഇങ്ങനെ വന്നു. അപ്പോൾ ഫെബ്രുവരിയിൽ എനിക്കൊന്ന് ഒരു 4-5 പെയ്ഡ് കൊളാബ്സ് എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഫെബ്രുവരിയിൽ എനിക്ക് ഏതാണ്ട് 10+ PRs വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാർച്ച് വരുവാണ്. മാർച്ചിൽ എനിക്ക് 3 പെയ്ഡ് കൊളാബ്സാണ് കിട്ടിയത്. എല്ലാം ഒരുപാട് ഒരു 5K താഴെയൊക്കെയാണ് പെയ്ഡ് കൊളാബ്സിൻ്റെ ഇത് വരുന്നത്. ഒരുപാട് 5000 അതിന് താഴെ വരുന്ന ഒരു കൊളാബ്സ് ഒക്കെ ആയിരുന്നു. ബോഡി വൈസ് പിൽഗ്രിം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മാസം ഒരു മാർച്ചിൽ എനിക്കൊരു 10+12, 13 ആ ഒരു കൊളാബ്
ആ ഒരു ഇതിൽ ബ്രാൻഡ്സ് PR അയച്ചിരുന്നു. അതുകൊണ്ട് ഏപ്രിൽ വരുമ്പോൾ ഏപ്രിൽ കുറവാണ്, ഒരു 10 PR മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മെയ്യിൽ എനിക്ക് തോന്നുന്നു ഒരു 3 to 4 പെയ്ഡ് കൊളാബ്സും ബാർട്ടർ കൊളാബറേഷൻ ബ്രാൻഡ്സ് അയച്ചത് ഏതാണ്ട് 18ഓളം PR ബ്രാൻഡ്സ് അയച്ചിട്ടുണ്ട്. മെയ്യിൽ നമ്മൾ സ്പെഷ്യലി കൊളാബ് ചെയ്തിട്ടുള്ളത്, ആദ്യമായിട്ട് കൊളാബ് ചെയ്യുക ലാഷീൽഡ്, റീക്യുൽ എന്ന് പറഞ്ഞ ഫിക്സ് ഡെർമ, ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിൽ നിന്നാണ് മെയ്യിൽ നമുക്ക് കൊളാബറേഷൻ വന്നിട്ടുള്ളത്. ജൂണിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൊളാബ്സ് വന്നത്. അത്രയും നാൾ വരത്തേക്കും ഏറ്റവും കൂടുതൽ ഒരു 25+ നമുക്ക് PR വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ജ്യൂസി കെമിസ്ട്രി, ക്ലിനിക്കലി, അതുപോലെ പ്ലം, മമ എർത്ത്, ഡെമാക്കോ, ഡീ ബ്ലണ്ട്, സൂക്കിൻ്റെ കൊളാബറേഷൻ ആദ്യമായിട്ട് വരുന്നത് നമുക്ക് ജൂണിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാ കൊളാബറേഷൻസും ഒരുപാട് നല്ല കൊളാബറേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. പെയ്ഡ് കൊളാബറേഷൻസ് ഒരു 3 to 4 ആ റേഞ്ചിൽ തന്നെയാണ് പെയ്ഡ് കൊളാബറേഷൻസ് ഉണ്ടായിരുന്നത്. ജൂലൈയിലോട്ട് പോവുകയാണെങ്കിൽ ജൂലൈയിൽ ഇച്ചിരി ഡള്ളായിരുന്നു. ഒരു 16 അതായത് 16 PR ആണ് ജൂലൈയിൽ വന്നത്. അത്യാവശ്യം നല്ലതായിരുന്നു എന്നാലും. പക്ഷെ ജൂലൈയിൽ നമുക്ക് പെയ്ഡ് കൊളാബ്സ് ഒരുപാടുണ്ടായിരുന്നു. ഒരു 5 to 6 പെയ്ഡ് കൊളാബ്സ് ജൂലൈയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാച്ച് ആയി പോയി എന്ന് വേണം പറയാനായിട്ട്. ഓഗസ്റ്റ് വരുമ്പോഴത്തേക്കും പർപ്പിളായിട്ട് കൊളാബ് ചെയ്തു കേട്ടോ. നമ്മളിങ്ങനെ UGC വീഡിയോസ് ഒക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ആപ്പ്, ആ ഒരു ആപ്പിൽ നിന്ന് എനിക്ക് $1 മീൻസിൽ പേയ്മെൻറ്റ് കിട്ടാൻ തുടങ്ങിയത് ഓഗസ്റ്റ് മുതലാണ് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റിലും അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോമൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓഗസ്റ്റിൽ ഏതാണ്ട് 21ഓളം PR നമുക്ക് കിട്ടിയിട്ടുണ്ട്. 21 ബ്രാൻഡ്സ് നമ്മളായിട്ട് ഓഗസ്റ്റിൽ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ വരുവാണെങ്കിൽ സെപ്റ്റംബറിൽ ഒരു 20 ബ്രാൻഡ്സ് നമ്മളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പെയ്ഡ് കൊളാബ്സ് 1-2 മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ സെപ്റ്റംബറിൽ. പിന്നെ സെപ്റ്റംബറിൽ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബെല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സാനിറ്ററി നാപ്കിനുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാനിറ്ററി നാപ്കിനാണ് കേട്ടോ. അതിൻ്റെ കൊളാബ് വന്നത് സെപ്റ്റംബറിലാണ്. ഗാർണിയറിൻ്റെ കൊളാബ് വന്നത് സെപ്റ്റംബറിലാണ്. പ്യുവർ സെൻസ് എന്ന് പറഞ്ഞിട്ട് കൊറിയൻ ബ്രാൻഡ്സ് അവരൊക്കെ വന്നത് സെപ്റ്റംബറിലാണ്. അവരുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തത്. മിൻട്രയായിട്ട് കൊളാബറേറ്റ് ചെയ്തത് സെപ്റ്റംബറിലാണ്. പിന്നെ സ്വിസ് ബ്യൂട്ടി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ഒക്ടോബറിൽ. സ്വിസ് ബ്യൂട്ടി പോലെ ഹിൽറി ഡോഡ, പിന്നെ ഒരുപാട് സൂക്കുമായിട്ട് വീണ്ടും കൊളാബറേഷൻ ഒക്ടോബറിൽ നമുക്ക് വന്നിട്ടുണ്ട്. നവംബർ വരുമ്പോൾ, നവംബറിലാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടി മന്ത് എന്ന് പറയുമ്പോൾ നവംബറിലാണ് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടിയിരിക്കുന്നത്. പെയ്ഡ് കൊളാബ്സ് ഒരുപാടുണ്ടായിരുന്നു നവംബറിൽ. 20ഓളം PR വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നവംബർ കഴിഞ്ഞ് ഡിസംബറിൽ ഏതാണ്ട് 22+ PR വന്നിട്ടുണ്ട്. ഡിസംബറിൽ ഞാൻ പ്ലമ്മിൻ്റെ സ്റ്റോർ വിസിറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. പ്ലമ്മിൻ്റെ സ്റ്റോർ വിസിറ്റ് ചെയ്യാം. പിന്നെ വേറൊരു ഡെമാഫിക് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് മിസ്സായി പോയി. പെയ്ഡ് കൊളാബ്സും എല്ലായിട്ടും ഡിസംബറും ഭംഗിയായിട്ട് കഴിഞ്ഞു. 24 hours കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ബ്രാൻഡായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റി. മിൻട്ര, ലാക്മേ, ഗാർണിയർ, ഫ്ലിപ്കാർട്ട് സ്പോയിലിൻ്റെ ഇത് വന്നത് ഡിസംബറിലാണ് കേട്ടോ. എനിക്കൊരു 8ഓളം ഡ്രസ്സ് ഫ്ലിപ്കാർട്ട് അയച്ചു തരികയും 8+ ഉണ്ടെന്ന് തോന്നുന്നു. 8+ ഡ്രസ്സ് ഫ്ലിപ്കാർട്ട് അയച്ചു തരുകയും അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മിൻട്രയായിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഡിസംബറിലെ വിശേഷങ്ങൾ. ഇപ്പം എന്തായാലും ജനുവരിയിലെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ പറയാനായിട്ട്. കാരണം ഒരുപാട് പുതിയ ഒരു ഇൻ്റർനാഷണൽ PR വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പതിയെ പറയാം. 2024 എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു വർഷമായിരുന്നു. കോണ്ടന്റ് ക്രിയേഷനിൽ എനിക്ക് ഒരുപാട് അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. അതായത് ഈ ഒരു വർഷം കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഇങ്ങനെ കടന്ന ഒരു ഗ്രാഫ് ഇങ്ങനെ പോയതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം ഒരുപാട് ഇൻകം വൈസ് ആണെങ്കിൽ അതുവരെ എനിക്ക് ഇൻകം ഒന്നും ഇല്ല. നമ്മളിപ്പോൾ എന്താ റീഇംബേഴ്സ്മെൻറ്റ് കൊളാബ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പൈസ കൊടുക്കും, പിന്നെ അവർക്ക് തോന്നുമ്പോൾ അവർ ഇങ്ങോട്ട് തരും. അങ്ങനത്തെ ഒരു മോഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഇപ്പം ഞാൻ റീഇംബേഴ്സ്മെൻറ്റ് കൊളാബ്സ് ഒന്നും ചെയ്യുന്നില്ല, ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെ പറയാം. ടച്ച് വുഡ്, എനിക്ക് അങ്ങനെ ഇപ്പം അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയ്ക്കും പ്രോഡക്ട്സ് എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു 20+ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാക്കേജിൽ ഒരു പ്രോഡക്റ്റ് നല്ല ഉണ്ടാവുക. എങ്ങനെ പോലെ ഒരു 2-3 പ്രോഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഇയർ തന്നെയാണ് 2024 എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് ഈ PR ഒക്കെ എങ്ങനെ കിട്ടുന്നു, ഇത് ഫ്രീ ആണോ, എന്താണ് എന്നൊക്കെ ഉള്ളത്. അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്ത് സ്റ്റേ ട്യൂൺഡ്. ബൈ ടിൽ നെക്സ്റ്റ് ടൈം.